മലയാളത്തിൽ മോഹൻലാലിനേക്കാൾ വലിയൊരു ക്രൗഡ് പുള്ളർ ഇല്ല. ബോക്സ് ഓഫീസിൽ എത്രയോ കാലം മുൻപേ അത് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം. ഓരോ ശ്രദ്ധേയ ചിത്രങ്ങൾ വരുമ്പോഴും തൻ്റെ പഴയ റെക്കോർഡ് അദ്ദേഹം തിരുത്താറുമുണ്ട്. ഏറ്റവും പുതിയ റിലീസായ ദൃശ്യം 3 അതിൻ്റെ കാര്യത്തിൽ അത്തരമൊരു തിരുത്തിക്കുറികൾ ആരംഭിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനമായിരുന്ന ഇന്നലെ ഇന്ത്യയിലൊട്ടാകെ ആരാധകർ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗം തിയേറ്ററിലെത്തിയിരുന്നത്. ദൃശ്യം ഫ്രാഞ്ചൈസി ചിത്രത്തിനായാൽ തന്നെ വലിയ പ്രീ റിലീസ് ആയപ്പോഴാണ് ചിത്രം ഇന്നലെ എത്തിയത്. ഇത് മുന്നിൽ കണ്ട് 11 ദിവസം മുമ്പ് ആശിബ സിനിമാസ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. വൻ ഓപ്പണിംഗാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ഒപ്പം മോളിവുഡിന്റെ ഒരു റെക്കോർഡും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലെ ആദ്യ ദിനം ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ മലയാള ചിത്രം എന്ന റെക്കോർഡാണ് ദൃശ്യം 3 നേടിയിരിക്കുന്നത്. മലയാളത്തിൽ തന്നെ തുടരും എന്ന ചിത്രത്തിൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ഇത്. തുടരും റിലീസ് ദിനത്തിൽ 4.19 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റിരുന്നെങ്കിൽ ദൃശ്യം തീ അതിനെ മറികടന്ന് ബുക്ക് മൈ ഷോയുടെ മാത്രം ഇന്നലെ വിറ്റത് 5.87 ലക്ഷം ടിക്കറ്റുകളാണ്. മൂന്നാം ഭാഗത്തും മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെ എമ്പുരാനാണ്. 3.81 ലക്ഷം ടിക്കറ്റുകളാണ് എമ്പുരാൻ ആദ്യ ദിനം വിറ്റിരുന്നത്. അതേസമയം ഒരു മലയാള ചിത്രത്തിന് ഒരുപക്ഷേ ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള റിലീസാണ് ദൃശ്യം 3 ലഭിച്ചത്. 67 രാജ്യങ്ങളിലെ ചിത്രം ആദ്യ ദിനം എത്തി എന്നത് ഔദ്യോഗിക വിവരം. ബോളിവുഡ് ചിത്രങ്ങൾക്ക് പോലും ലഭിക്കാത്ത തരത്തിലുള്ള റിലീസാണിത്. അഡ്വാൻസ് ബുക്കിംഗിലും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു ചിത്രത്തിന്. ആദ്യ ഷോയുടെ അഭിപ്രായം അറിയാൻ കാത്തിരിക്കുകയായിരുന്നു വലിയൊരു വിഭാഗം പ്രേക്ഷകരും. മോശമല്ല എന്ന അഭിപ്രായം വന്നതോടെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചു. ഒരു ഘട്ടത്തിൽ ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 41,000 ടിക്കറ്റ് വരെയാണ് ദൃശ്യം 3 വിറ്റത്.